ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. പഴകിയ വീടിൻ്റെ വിശേഷങ്ങൾ മാത്രമല്ല, പുതിയ വീടിൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വല്യമ്മയുടെ വീടാണ് കേട്ടോ ഇത്. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് വല്യമ്മേൻ്റെ വീട്. വല്യമ്മേൻ്റെ പേര് യശോദ എന്നാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാര്യമായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പഴയ വീടിൻ്റെ വിശേഷങ്ങളും ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചൊക്കെയാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്ന് എല്ലാ ഏച്ചിമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതായത് ഇന്ന് പുതിയ വീടിൻ്റെ മെയിൻ വാർപ്പാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള ഓടിട്ട വീടുകളൊക്കെ കാണുക എന്നത് വളരെ ചുരുക്കം മാത്രമാണല്ലേ. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വീടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനും ഇതുപോലുള്ള വീടുകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ നമ്മൾ സെൻട്രൽ ഹാളിലേക്കാണ് വന്നേക്കുന്നത്. പഴമയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ അകത്തളങ്ങൾക്കൊക്കെ പല പേരുകളുണ്ട് കേട്ടോ. അതായത് കൊട്ടിലകം, പടിഞ്ഞിറ്റകം, ആത്രയകം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നമ്മൾ ഇത് ഫുള്ളായിട്ട് മച്ചിട്ടതാണ്. എൻ്റെ അച്ഛൻ്റെ തറവാടും ഇതുപോലെ തന്നെ ഓടിട്ട വീടാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു വീടാണ് നമ്മുടെ തറവാട് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം വീടുകളൊക്കെ കാണുമ്പോൾ വളരെയധികം നൊസ്റ്റു അടിക്കാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സ്റ്റെയർ കയറാൻ വേണ്ടി പോകുക. അതായത് കോണിപ്പടി, ഇട്ടേണി എന്നൊക്കെ നമ്മുടെ പഴമയുടെ നാടൻ ഭാഷയിൽ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അത് കയറി പോവുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മേലത്തെ നിലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇതാ ഓടൊക്കെ വെച്ച് നല്ല ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാവത്തില്ല. കാരണം വളരെ ശാന്തമായ ഒരു ഫീലിങ്സാണ് നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്നത്. പുറത്ത് അത്രയധികം ബഹളം നടക്കുന്നുണ്ടെങ്കിൽ കൂടി അതൊന്നും ശ്രദ്ധിക്കാനുള്ള എനിക്കിതിൻ്റെ മേലെ കയറിയപ്പോൾ തോന്നിയില്ല. എന്താ പറയുക, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെയുള്ള ഓർമ്മകൾ ഒരുപാടധികം നമുക്ക് മനസ്സിലിങ്ങനെ തെങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോരോ മൂലകളിൽ ചെന്ന് നിൽക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത്. വല്യമ്മക്ക് 5 പെൺമക്കളാണ്. അപ്പോൾ ഏതോ ഒരു ചേച്ചീൻ്റെ കല്യാണത്തിന് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് മെഹന്തിയൊക്കെ ഇട്ടത് നന്നായിട്ട് ഓർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ ഞാനിന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുവാന്ന്. സ്റ്റെയറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ, സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. അതുകൊണ്ട് കയറുമ്പോൾ ആയാലും ഇറങ്ങുമ്പോൾ ആയാലും നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ വീടിൻ്റെ ഒക്കെ സ്റ്റെയറൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഇതുപോലുള്ള വീടുകളിലൊക്കെ താമസിക്കുന്നതിൻ്റെ ആ ഒരു സുഖമൊന്നും നമ്മൾ ഏത് വീടുകളിൽ താമസിച്ചാലും നമുക്ക് കിട്ടത്തില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവം തന്നെയാണല്ലേ. പിന്നെ നമുക്കൊക്കെ ഈ ഒരു വീടിനോട് അത്രയും അധികം ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. കാരണം നമ്മുടെ കുട്ടിക്കാലത്തെയൊക്കെ നമ്മൾ ഒരുപാട് കളിച്ച് നടന്ന ഒരുപാട് ഓർമ്മകൾ നമുക്ക് ആ ഒരു വീടിൻ്റെ പരിസരത്തും വീടിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എൻ്റെ വീടിൻ്റെ ബാൽക്കണിയിൽ നിന്ന് എടുക്കുന്ന വീഡിയോ ആണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ വല്യമ്മയുടെ വീട്ടിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ബിസിയാണ്, ഓരോരോ പണിത്തിരക്കിലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ സലാഡിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. വല്യമ്മയുടെ ഒരു മോളാണ്, ഷീന എന്നാണ് ചേച്ചീൻ്റെ പേര്. ഇത് രമ്യേച്ചി വല്യമ്മയുടെ ഏറ്റവും ഇളയ മോളാണ് കേട്ടോ. ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് വല്യമ്മയുടെ അനിയത്തിയാണ്, രജനി എന്നാണ് ചേച്ചീൻ്റെ പേര്. രജനി ചേച്ചിക്ക് ഒരു മകളുണ്ട്, ധന്യേച്ചി. നമ്മളൊക്കെ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അതായത് നമുക്കൊരു വലിയ ഗ്യാങ് തന്നെയുണ്ട് ഈ ഒരു ഫാമിലിയിൽ. എല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ ഒരുപാട് നേരം സംസാരിക്കും. പിന്നെ നമ്മൾ മാങ്ങ സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ മുറിച്ചിട്ട് പറമ്പത്തൊക്കെ പറിച്ചു കൊണ്ട് വന്നിട്ട് ഉപ്പും മുളകൊക്കെ കൂട്ടിത്തുന്നത് അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു അവസ്ഥ. ഇതുപോലെ എല്ലാവരും കൂടുന്ന സമയത്തൊക്കെ. അപ്പോൾ പണിക്കാർക്ക് വേണ്ടിയുള്ള ചായൻ്റെ കടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൂരിയാണ് കേട്ടോ. ഇത് വല്യമ്മയുടെ മറ്റൊരു മോളാണ്, ചേച്ചിയുടെ പേര് ശ്രീജ എന്നാണ് കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും നമ്മൾ മോഡുലാർ കിച്ചൺ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതുപോലുള്ള അടുപ്പുകളൊന്നും ഇപ്പോൾ കാണാനേ ഇല്ലല്ലേ. ഇതുപോലുള്ള അടുപ്പുകളിൽ വെച്ച് പാകം ചെയ്ത് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നും നമ്മൾ എത്ര പരിഷ്കാരം വന്നു കഴിഞ്ഞാലും നമുക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം. ഇതാണ് എൻ്റെ വല്യമ്മ, യശോദ വല്യമ്മ. എല്ലാവരും ഭയങ്കര തിരക്കിലാട്ടോ. അത് ഒരു ചേച്ചിയുടെ മോനാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ റൈസ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പാകം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു രീതിയിലൊക്കെ പാകം ചെയ്യുന്നത് കാണുമ്പം തന്നെ നമുക്ക് പഴയ കുറേ കാലങ്ങളാണ് ഓർമ്മ വരുന്നത്. എന്താ പറയുക, ഇതുപോലെ മുറ്റത്തൊക്കെ വെച്ച് ഇതുപോലെ അടുപ്പൊക്കെ കൂട്ടി വെക്കുന്നത് ഇന്നത്തെ കാലത്തൊന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റാറേ ഇല്ലല്ലേ. അപ്പോൾ ഇതാ ഉള്ളി വറുത്തതാണ്. ആ വല്യമ്മ ശരിയാക്കി എടുക്കുകയെന്ന് കേട്ടോ. അതൊന്ന് ഇളക്കി എടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം. പണ്ടത്തെ അമ്മിത്തറയാണ് കേട്ടോ ഇത് ചിലപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്കൊന്നും അത് അറിയത്തുണ്ടാകത്തില്ല. ഈ തീക്കത്തുമ്പോൾ അടുപ്പിൻ്റെ അരികത്തൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, അത്രയധികം ചൂടുണ്ട് കേട്ടോ. എന്നാലും വളരെയധികം എന്താ പറയുക, മനോഹരമായൊരു കാഴ്ച തന്നെയാണത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദച്ചൂട്ടൻ. എൻ്റെ മോൻ്റെ പേരും ധൻഷു എന്നാണ്. ഇവർ 2 ദച്ചുമാരുണ്ട് കേട്ടോ ഇവിടെ. അത് രജനീച്ചിൻ്റെ മോളുടെ മോൾ, അതായത് ധന്യേച്ചിൻ്റെ മോനാണ്. അപ്പോൾ സലാഡിനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷീനേച്ചി. ഇത് ഷീനേച്ചിൻ്റെ മോളാണ്. ഒരു മകൾ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ ചെണ്ട കൊട്ടുന്നതാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അവൻ ചെണ്ട കൊട്ടാൻ യൂസ് ചെയ്യുന്ന സാധനം പണ്ടത്തെ സ്റ്റൗ ആണ് കേട്ടോ. നമ്മൾ ഈ എണ്ണയൊക്കെ നനച്ച് സൈഡിലായിട്ട് ഇങ്ങനെ നനച്ച് കൊടുത്തിട്ട് അങ്ങനെ കത്തുന്ന ഒരു സ്റ്റൗ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മേലെയാണ് പുള്ളി ഇപ്പം ചെണ്ട കൊട്ടി കളിക്കുന്നത്. എന്തായാലും സംഭവം കിട്ടുമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു സ്റ്റൗവിനെ കുറിച്ച്. ഒരാൾ പഴകിയ സ്റ്റൗവും ഒരാൾ ഇഡലി തട്ട് കൊടുത്തിട്ടാണ് ചെണ്ട കൊട്ടുന്നത്. ഇവർ മിക്കവാറും രണ്ടാളും കൂടി ഇവിടുത്തെ കലവും ചട്ടിയെല്ലാം പൊളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു വീടിൻ്റെ കൂട എന്നാണ് നമ്മൾ പറയാറുള്ളത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതുപോലുള്ള സാധനത്തിന് എന്താ പേര് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് നമ്മുടെ ഭക്ഷണം പാകം ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് വിറക്, ചകിരി, അങ്ങനെയുള്ള ഓല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സൂക്ഷിച്ച് നനയാതെ എടുത്ത് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ അമ്മയും സുജി, എൻ്റെ ഇതും വെല്ലുമ്മയുടെ ഒരു മോളാണ്, സുജിത എന്നാണ് പേര്. അപ്പോൾ എൻ്റെ അമ്മയാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാവരും ബിസി തന്നെയാണ് കേട്ടോ. പണ്ട് നമ്മളൊക്കെ ഒരു 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന സമയം വരെ നമ്മൾ കുളിച്ചുകൊണ്ടിരുന്ന തോടാണ് കേട്ടോ ഇത്. ഈ തോട് അന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഇതിന് കുറേ വിടുത്തുണ്ടായിരുന്നു. ഇന്ന് ഇതിൻ്റെ വിടുത്തൊക്കെ കുറഞ്ഞ് വളരെ ചുരുങ്ങിപ്പോയതായിട്ട് തോന്നുന്നു. അന്ന് നമ്മളിവിടെ കുളിക്കാൻ വേണ്ടിയിട്ട് നിറച്ച് വെള്ളം ഉണ്ടാവും ഇതിൽ കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ട് അലക്കിയിരുന്ന കല്ലുകളാണ് അവിടെ കാണുന്നത്. അതൊക്കെ കാണുമ്പം എന്തെന്നില്ലാത്തൊരു സങ്കടമാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് മൈൻഡിൽ. കാരണം അങ്ങനെ ഒരു കാലം ഇനി നമുക്ക് തിരിച്ച് വരത്തില്ലല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ വീണ്ടും വീണ്ടും വല്ലാതെ മനസ്സിനിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറേ പിള്ളേർ കൂടി ഇവിടെ വലിയ ചെറുത്ത് എന്നാണ് നമ്മൾ പറയുക കേട്ടോ. അതായത് ഈ വെള്ളം തടഞ്ഞു നിർത്തുന്ന അത് നമ്മൾ ഇങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് വെള്ളത്തിൽ കുളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്ന കല്ലുകൾ എവിടെ നിന്നൊക്കെയോ പെറുക്കിയെടുത്തിട്ടാണ് അത് നമ്മൾ കെട്ടുന്നത്. അപ്പം അങ്ങനെ കെട്ടി വെച്ച് അവിടെ തന്നെ അലക്കാനുള്ള കല്ലും സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അലക്കുകയും ചെയ്യും, നമ്മൾ കുളിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ കഷ്ടപ്പെട്ട് കെട്ടി വെച്ചത് കുറേ അമ്മമാർ വന്നിട്ട് അത് പൊട്ടിച്ചളക്കാറുണ്ട്. അതൊക്കെ ഒരു കാലമാണ് കേട്ടോ. ഇത് വെല്ലുമ്മേൻ്റെ പറമ്പത്തുള്ള അലക്കുകലാണ്. ഇവിടെ കുറേ ചട്ടി, കലം ഇതൊക്കെ നല്ല നീറ്റായിട്ട് വടിച്ച് വെച്ചിട്ടുണ്ട്. ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇനി ഈ പാത്രങ്ങൾ കഴുകുന്ന സ്ഥലമാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് പഴമയുടെ കുറേ ഓർമ്മപ്പെടുത്തലാണല്ലേ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സൊക്കെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് എനിക്ക്. അപ്പോൾ ഒരാൾ ഇതാ ഫോണെടുത്ത് കളിക്കുന്നുണ്ട്. പിന്നെ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള പ്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചേച്ചി എന്തൊക്കെയോ ആക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് സൈഡിൽ വെച്ചിട്ടുണ്ട്. ഭയങ്കര പുകയാണ് കേട്ടോ ഈ അടുപ്പിൽ നിന്നൊക്കെ. പണ്ട് കാലത്തൊക്കെ ഭക്ഷണം പാകം ചെയ്തിരുന്നവരൊക്കെ സമ്മതിക്കണം, കാരണം നല്ല ചൂടും നല്ല പുകയാണ്. പക്ഷേ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഒട്ടുക്കാത്ത ടേസ്റ്റ് വരും കേട്ടോ ആ ഒരു അടുപ്പിലൊക്കെ വെച്ച് പാകം ചെയ്യുന്ന ഭക്ഷണം. ഒരുപാട് സാലഡൊക്കെ ആക്കേണ്ടതുകൊണ്ട് തന്നെ ചേച്ചീൻ്റെ പണി പെട്ടെന്നൊന്നും തീരുന്നുണ്ടായിട്ടില്ല. കുറേ സമയം അരിയുന്നുണ്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ കണ്ടില്ല, എല്ലാവരും ഓരോരോ തിരക്കിലാണ്. അതിനിടയ്ക്ക് നമുക്ക് എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്താണെന്നുള്ളതൊന്നും ഓർമ്മയില്ല കേട്ടോ. എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു, കാരണം എല്ലാവരും ഒന്നിച്ചൊത്തുകൂടിയിട്ട് കുറേ നാളായി. അപ്പം അതാണ് എൻ്റെ ധന്യേച്ചി. ആ നീല ടോപ്പിട്ട ആളാണ് കേട്ടോ ധന്യേച്ചി, രജനീച്ചിയുടെ മോളാണ്. അങ്ങനെ പണിക്കാർക്ക് കൊടുക്കാനുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാനതൊന്ന് കാണിക്കാം. റൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാം സെറ്റാണ്. ഇനി അവർ കഴിക്കാൻ വേണ്ടി വന്നാൽ മാത്രം മതി. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം തൊട്ട് സൈഡിലായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്.
ഇനി ഇവിടെ ചിക്കൻ കറിയാണ് റെഡി ആയിട്ടുള്ളത്. എല്ലാം നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളെ സലാഡ് കാര്യങ്ങളാണ് തൊട്ടിപ്പുറത്തായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിച്ചത്. അപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് ഇവർക്ക് മനസ്സിലായില്ല കേട്ടോ. മിഷനൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഏതാണ്ട് വാർപ്പ് കഴിയാറായിട്ടുണ്ട്. ഇത് എൻ്റെ അച്ഛനാണ് ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടത്. അപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് തണുത്ത വെള്ളം ആവശ്യമാണ്. അപ്പോൾ ഒന്ന് കൂളാക്കാൻ വേണ്ടി എല്ലാവർക്കും ബത്ത കൊണ്ട് കൊടുക്കുന്നുണ്ട് അമ്മ അവിടെ നിന്ന്. ഈ ഒരു സൈഡിലായിട്ട് ചാക്ക് ഇതുപോലെ നിരത്തി വെച്ചിട്ടുണ്ട് സിമെൻറ്റിൻ്റെ. അത് വെച്ച സ്ഥലം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാക്കൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറിയൊക്കെ നടാമല്ലോ, അതിനൊക്കെ നമുക്ക് നല്ലതാണ് ആ ചാക്ക് എടുക്കുന്നത്. അപ്പോൾ 2 കുട്ടികൾ ഇവിടെ നിന്ന് മത്സരിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ജില്ലിപ്പൊടിയും. 2 ആളെയും ദച്ചു എന്ന് വിളിക്കുന്നതുകൊണ്ട് ഒരാളെ വിളിക്കുമ്പോൾ തന്നെ അടുത്ത ആളും ഓടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത്. വെല്ലുമ്മയുടെ മൂത്ത മകളെ വീഡിയോയിൽ എവിടെയും കണ്ടില്ല കേട്ടോ. ചേച്ചി എന്തൊക്കെയോ തിരക്കായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ ചേച്ചിനെ മാത്രം കിട്ടിയില്ല. ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. സജിത എന്നാണ് വെല്ലുമ്മയുടെ മൂത്ത മോളുടെ പേര് കേട്ടോ. അങ്ങനെ മെയിൻ വാർപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഫ്രീ ആയതിനു ശേഷം എൻ്റെ വീട്ടിലിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട്. എന്നിട്ട് ഇതാ ഇവരിവിടെ നിന്ന് കൊത്തങ്കല്ലൊക്കെ കളിക്കുന്നുണ്ട്. പണ്ടത്തെ കളികളാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊക്കെ അറിയുമോ എന്നറിയില്ല, എങ്കിലും കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മളെ കാവയ്ക്ക് വരുന്ന ദിവസമാണ്. അന്നാന്ന് വെല്ലുമ്മേൻ്റെ വാർപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ അടിച്ചു വാരി തീയിടാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഇവിടെ ഒക്കെ ഒരുപാട് ചപ്പുകൾ, കാരണം ഇതുവഴിയൊക്കെ ഒരുപാട് ആൾക്കാർ കാവിലേക്ക് നടന്നു പോകുമല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ ഇതുപോലെ വളപ്പും കാവിൽ ഇതായി കഴിഞ്ഞാൽ എല്ലാവരും ചപ്പൊക്കെ അടിച്ചു വാരി തീയിട്ട് നീറ്റാക്കാറുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടെ അതിനുള്ള പരിപാടിയാണ്. ധനുഷ് ബേബിയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് അപ്പോൾ അതാ ഇന്നത്തെ ഒരു ദിവസം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ മറ്റേ അതിലേക്കും ബായ് ബായ്.